യോഗ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നടത്തി. കോട്ടയം യോഗ ടീച്ചേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കൺവെൻഷൻ ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ വെച്ച് നടത്തി. യോഗ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ജി ഗോപകൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസ പദ്ധതിയുടേതായിട്ടുള്ള ഭാഗമായി മാത്രം മനുഷ്യൻ അനുഷ്ഠിക്കാൻ കഴിയുന്നതാണെങ്കിൽ മോക്ഷം അവർക്ക് മാത്രം കിട്ടേണ്ടതാണ്. എന്നാൽ അങ്ങനെയല്ല, ഇത് ആരനുഷ്ഠിച്ചാലും അവർക്ക് വ്യക്തിപരമായ നൈപുണ്യ വികസനം വിവിധ മേഖലകളിൽ അവരുടെ ശാരീരികവും ബൗദ്ധികവുമായ ഉണർവിന് പ്രയോക്തമാണ് അല്ലെങ്കിൽ സാധ്യമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് വിദേശികൾ വന്ന് ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ജീവിക്കാത്ത, ഈ നാടിൻ്റെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമായി ജീവിക്കാത്ത ആൾക്കാർ, ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ളവർ വന്ന് യോഗ പഠിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഫലസിദ്ധി വ്യക്തിപരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യോഗയ്ക്ക് ദിവസക്കൂലിയാണെന്നാണ് നമ്മൾ യോഗയെ സംബന്ധിച്ചൊരു പുസ്തകം ഇറക്കിയപ്പോൾ ആ പുസ്തകത്തിൽ തന്നെ ഒരു പ്രമുഖനായിട്ടുള്ള യോഗാചാര്യൻ നൽകിയ ഉപദേശം യോഗയ്ക്ക് ദിവസത്തിൻ്റെ കൂലിയാണ്. എല്ലാ ദിവസവും യോഗ ചെയ്താലാണ് യോഗ ഒരു മനുഷ്യനെ, വ്യക്തിയെ യോഗയുടെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടി കഴിയും. യോഗയ്ക്ക് ദിവസക്കൂലി എന്ന് പറഞ്ഞാൽ നീ ഇന്ന് യോഗ ചെയ്താൽ ആ ഗുണം നിനക്ക് ഇന്ന് കിട്ടും. നാളെ ചെയ്തു അടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ മടി പിടിച്ചിട്ട് നമ്മളിത് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായ ശക്തികൾ അല്ലെങ്കിൽ അതിൻ്റെതായ സിദ്ധികൾ, അതിൻ്റെതായ ഗുണഫലങ്ങൾക്ക് ചോർച്ച സംഭവിക്കും. അപ്പം ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ട് യോഗ വളരെ പ്രാധാന്യം അർഹിക്കുന്നതായതുകൊണ്ടും അത് മനുഷ്യ സമൂഹത്തിൻ്റെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള മെച്ചപ്പെടലിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരള ഗവൺമെന്റ് നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരിലേക്ക് അത് എത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ജില്ലാ പ്രസിഡന്റ് AK ഭരതൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി CG മോൻ മരുതോലിൽ സ്വാഗതവും ജില്ലാ ട്രഷറർ സുജാമോൾ നന്ദിയും പറഞ്ഞു. ആശംസകൾ നേർന്നുകൊണ്ട് യോഗ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KT സുഗുണൻ, ജില്ലാ സെക്രട്ടറി ജോമോൻ S, ചേനത യോഗ ജില്ലാ പ്രസിഡന്റ് ലാലുമോൻ VP തുടങ്ങിയവർ സംസാരിച്ചു.